നമസ്കാരം. സൗദി അറേബ്യ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. 2030 ആകുന്നതോടെ 7.5 ദശലക്ഷം സന്ദർശകർ രാജ്യത്തേക്ക് എത്തണം എന്നാണ് സൗദി അറേബ്യയുടെ ലക്ഷ്യം. ഇതിനായി വിഭാവനം ചെയ്ത സൗദി വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ യാത്രക്കാർക്കായി പുതിയ കാറ്റഗറി വിസകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. ചില പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് സൗദിയുടെ പുതിയ വിസ ഓൺ അറൈവൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്ന നിബന്ധനകൾ പാലിക്കുന്നില്ലെങ്കിലും വിഷമിക്കേണ്ട. ആ സാഹചര്യത്തിൽ വിസയ്ക്കായി തഹ്സീൽ സെന്ററുകളെ ആശ്രയിക്കാനാവുന്നതാണ്. USA-യിൽ നിന്നോ UK-യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷെൻഗൻ രാജ്യങ്ങളിൽ നിന്നോ സാധ്യതയുള്ള ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് വിസ ഉള്ളവർക്കാണ് പുതിയ മാറ്റങ്ങൾ ഒരുപാട് പ്രയോജനപ്പെടുക. എൻട്രി സ്റ്റാമ്പ് ചെയ്ത രേഖകളും കയ്യിലുണ്ടെങ്കിൽ ഇവർ ഈ വിസ നേടാനുള്ള അർഹത നേടും. അതുപോലെ തന്നെ മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിക്കുന്ന വ്യക്തികൾക്ക് വിസ ഓൺ അറൈവലിനായി അപേക്ഷിക്കാനും സാധിക്കും. USA, UK, അതുപോലെ തന്നെ ഷെൻഗൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ ഏതെങ്കിലും GCC അഥവാ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൽ ഉൾപ്പെട്ട രാജ്യത്തെ സാധുതയുള്ള റെസിഡൻസ് വിസ കയ്യിലുള്ള വ്യക്തികളും ഈ വിസ നേടാൻ അർഹരാണ്. GCC രാജ്യത്തെ റെസിഡൻസ് വിസ കയ്യിലുള്ളവർ മറ്റൊരു നിബന്ധനയും പാലിക്കേണ്ടതായി ഉണ്ട്. സൗദി അറേബ്യയിലേക്ക് എൻട്രി ചെയ്യുന്ന ദിവസം മുതൽ ഏറ്റവും ചുരുങ്ങിയത് 3 മാസത്തെ കാലാവധിയെങ്കിലും ഇവരുടെ GCC റെസിഡൻസ് വിസയ്ക്ക് ഉണ്ടായിരിക്കണം. 2024 മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കായി സൗദി അറേബ്യ സ്റ്റോപ്പ് ഓവർ വിസകൾ അനുവദിച്ചിരുന്നു. 96 മണിക്കൂർ കാലാവധിയുള്ള ഈ സ്റ്റോപ്പ് ഓവർ വിസ സൗദി എയർലൈൻസ് വെബ്സൈറ്റിൽ നിന്ന് നാമമാത്രമായ നിരക്കിൽ ലഭിക്കുന്നതാണ്. 90 ദിവസങ്ങൾ വരെ അഡ്വാൻസായി സ്റ്റോപ്പ് ഓവർ വിസയ്ക്കായി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റോപ്പ് ഓവർ അല്ലെങ്കിൽ ട്രാൻസിറ്റ് വിസ കയ്യിലുള്ളവർക്ക് ഉംറ ചെയ്യാനും പ്രവാചകന്റെ പള്ളി സന്ദർശിക്കുന്നതിനും വിനോദസഞ്ചാര പരിപാടികൾ ആസ്വദിക്കുന്നതിനുമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ ഈ വിസ ഓൺ അറൈവൽ നേടിയവർക്കും ഉംറ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ്. എന്നാൽ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ ഉംറയ്ക്ക് അല്ലെങ്കിൽ സിയാറത്തിന് അപ്പോയിൻമെന്റ് നേടുന്നതിനായി നുസൂഖ് SA എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. ഇപ്പോൾ സൂചിപ്പിച്ച ഈ വ്യക്തമായ നിബന്ധനകൾ പാലിക്കാത്ത വ്യക്തികൾക്കും സൗദിയിലേക്കുള്ള വിസയ്ക്ക് അപേക്ഷിക്കാനാകുന്നതാണ്. ഇവർ വിസ നേടുന്നതിനായി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന തഹ്സീൽ സെന്ററുകൾ സന്ദർശിക്കേണ്ടതാണ്. ഡോക്യുമെന്റ് തയ്യാറാക്കൽ, അപ്പോയിൻമെന്റ് ബുക്കിംഗ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിഷൻ, ബയോമെട്രിക് എൻറോൾമെന്റ്, പാസ്പോർട്ട് കളക്ഷൻ തുടങ്ങിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാലാണ് ഈ ഒരു വിസ ലഭിക്കുക. നിലവിൽ ഇന്ത്യയിൽ 10 സൗദി വിസ ഫെസിലിറ്റേഷൻ സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത്. മുംബൈ, ന്യൂഡൽഹി, കൊച്ചി, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ബംഗളൂരു, ലക്നൗ, കൊൽക്കത്ത, കോഴിക്കോട് എന്നീ നഗരങ്ങളിലാണ് വിസ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഉള്ളത്. വൈകാതെ മറ്റ് നഗരങ്ങളിലും ഇത്തരം കേന്ദ്രങ്ങൾ തുറക്കാനാണ് അധികൃതരുടെ നീക്കം.